സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബാഹുബലിയുടെ വൻ വിജയത്തിന് ശേഷം ഇന്ത്യൻ സിനിമയിൽ അലയടിച്ച വിവാദമായിരുന്നു ബാഹുബലി സംവിധായകൻ രാജമൗലിയും നടി ശ്രീദേവിയും തമ്മിലുണ്ടായത്. ബാഹുബലിയിലെ മഹാറാണി ശിവകാമിയുടെ വേഷത്തിനായി രാജമൗലി ആദ്യം സമീപിച്ചത് ശ്രീദേവിയായിരുന്നു. എന്നാൽ വിജയുടെ പുലിക്ക് വേണ്ടി ഡേറ്റ് നൽകിയതിനാൽ ശ്രീദേവിക്ക് ചിത്രത്തിൽ സഹകരിക്കാൻ സാധിച്ചിരുന്നില്ല. തുടർന്ന് ശ്രീദേവി ആ വേഷം ചെയ്യാതിരുന്നത് നന്നായെന്നും രമ്യാകൃഷ്ണൻ ആ കഥാപാത്രത്തെ അത്രത്തോളം മികവുറ്റതാക്കിയെന്നുമുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചകളുണ്ടായി. ഈ വാർത്തകൾ പുറത്തു വന്നതോടെ രാജമൗലിക്കെതിരെ ശ്രീദേവി ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഇരുവരുടെയും പിണക്കത്തിനും ഇത് വഴിയൊരുക്കുകയും ചെയ്തു. ഒടുവിൽ ഈ തർക്കവും പിണക്കവുമെല്ലാം അവസാനിപ്പിച്ച് ഇരുവരും കൈകോർക്കാൻ തീരുമാനിച്ചെന്നാണ് റിപ്പോർട്ട്. ഇതോടെ ഇരുവരും തമ്മിലുള്ള പ്രശ്നത്തിന്റെ മഞ്ഞുരുകി. ബാഹുബലിക്ക് ശേഷം രാജമൗലി ചെയ്യുന്ന അടുത്ത ചിത്രത്തിൽ ശ്രീദേവിക്ക് സുപ്രധാനമായൊരു റോൾ ഉണ്ടെന്നാണ് സൂചന. ഒപ്പം ഈ റിപ്പോർട്ടിൽ മലയാളികൾക്കും സന്തോഷം നൽകുന്ന ഒരു കാര്യമുണ്ട്. ചിത്രത്തിൽ മറ്റൊരു വേഷത്തിൽ മലയാളത്തിലെ സ്വന്തം മോഹൻലാലും അഭിനയിക്കും എന്നതാണ് പുതിയ വാർത്തകൾ. മലയാളത്തിലെ ഒരു മുൻനിര മാധ്യമമാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തെലുങ്ക് ഭാഷയിലെടുക്കുന്ന ചിത്രത്തിന്റെ ചിത്രീകരണം ഹൈദരാബാദിലായിരിക്കും. ചിത്രം സംഭവിച്ചാൽ ഒടിയനും മഹാഭാരതയ്ക്കുമൊപ്പം മോഹൻലാൽ ആരാധകർക്ക് ആഘോഷമാക്കാൻ പറ്റിയ മറ്റൊരു ചിത്രം കൂടിയായിരിക്കും രാജമൗലിയുടേത്. ബ്രഹ്മാണ്ഡ സംവിധായകനൊപ്പം മോഹൻലാൽ ഒന്നിക്കുന്നുവെന്ന് നേരത്തെ വാർത്തകളുണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ രാജമൗലി നിഷേധിച്ചിരുന്നു. പക്ഷേ മോഹൻലാലിനൊപ്പം ഒരു ചിത്രം എന്നത് തൻ്റെ ആഗ്രഹമാണെന്ന് രാജമൗലി നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. മനമന്ത, ജനതാ ഗ്യാരേജ് തുടങ്ങിയ തെലുങ്ക് ചിത്രങ്ങളിൽ മോഹൻലാലിന്റെ പ്രകടനം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഇതാണ് രാജമൗലിയുടെ പുതിയ ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ മോഹൻലാലിനെ തിരഞ്ഞെടുക്കാനുള്ള കാരണമെന്നാണ് സൂചന. ബാഹുബലിയെ പോലെ ഒരു കാലഘട്ടത്തെ പകർത്തുന്നതല്ല, വർത്തമാന വിഷയങ്ങൾ അടിസ്ഥാനമാക്കി ഒരുക്കുന്ന ചിത്രമായിരിക്കും ഇതെന്നാണ് റിപ്പോർട്ടുകൾ. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. താങ്ക്